നമസ്കാരം. നാളെ പഞ്ചമി ദിവസമാണ്. അതായത് മാർച്ച് 4-ാം തീയതി ചൊവ്വാഴ്ച പഞ്ചമി തിഥിയാണ്. വാരാഹി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് പഞ്ചമി. അതുപോലെ തന്നെ ദേവിക്ക് കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ദിവസം കൂടിയാണ് പഞ്ചമി ദിവസം. അന്നേ ദിവസം വിശേഷാൽ പൂജകൾ ഉണ്ടാകുന്നതാണ്. അതിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി നിങ്ങളുടെ പേരും നാളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഏത് ന്യായമായ ആവശ്യവും എത്ര നടക്കാത്തതാണെങ്കിലും വാരാഹി ദേവിയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നടന്നു കിട്ടുന്നതായിരിക്കും. ഈ പേരും നാളും അയക്കുന്ന ഭക്തർ ദേവിക്ക് പൂജ നടക്കുന്ന സമയത്ത്, അതായത് വൈകുന്നേരം 6 മണി കഴിഞ്ഞ്, അതായത് നിങ്ങൾ സന്ധ്യാദീപം തെളിയിക്കുന്ന സമയത്ത് വളരെ ഭക്തിയോടുകൂടി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഇനി പറയാൻ പോകുന്നത് വാരാഹി ദേവിയുടെ വളരെ പവർഫുൾ ആയതും വളരെ ലളിതവുമായ ഒരു നാമത്തെ കുറിച്ചാണ്. ഈ ഒരു നാമം ആർക്ക് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. നാമം ഏതാണെന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. എൻ്റെ ഈ ചാനൽ ഒരു പുതിയ ചാനലാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കാണാൻ മറക്കല്ലേ. ഈ പറയുന്ന നാമം എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ്. 108 പ്രാവശ്യമാണ് ഈ നാമം ചൊല്ലേണ്ടത്. എല്ലാ ദിവസവും ചൊല്ലാൻ സാധിക്കാത്തവരാണെങ്കിൽ പഞ്ചമി ദിവസം മാത്രം ചൊല്ലണമെങ്കിൽ അതും ആവാം. നാമം ഇപ്രകാരമാണ്: ഓം വജ്രവാരാഹ്യേ നമഃ. ഓം വജ്രവാരാഹ്യേ നമഃ. ഓം വജ്രവാരാഹ്യേ നമഃ. അതുപോലെ തന്നെ നാമം ചൊല്ലുമ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷം ചൊല്ലുക. അതിനു പറ്റാത്തവരാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ചൊല്ലാൻ ശ്രമിക്കണം. അതുപോലെ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, നോൺ വെജ് എല്ലാം കഴിച്ചിട്ട് നാമം ജപിക്കാമോ എന്നത്. നോൺ വെജ് കഴിച്ചിട്ടും നാമം ജപിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നോൺ വെജ് കഴിച്ച ശേഷം കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് വേണം നാമം ജപിക്കാൻ. പുലവാലായ്മയൊക്കെ വരികയാണെങ്കിൽ ഈ സമയങ്ങളിൽ നാമം ജപിക്കാൻ പാടുള്ളതല്ല. അതുപോലെ സ്ത്രീകൾ അശുദ്ധമായിരിക്കുന്ന സമയത്ത് ഈ നാമം ജപിക്കാൻ പാടുള്ളതല്ല. വാരാഹി ദേവിയെ നിങ്ങൾ നിത്യവും വിളിച്ചു പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ ഏതൊരു ന്യായമായ ആവശ്യവും ദേവി നടത്തി തരുന്നതായിരിക്കും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. സ്വന്തം ഭക്തരെ ദേവി ഒരു കാരണവശാലും കൈവിട്ടു കളയുകയില്ല എന്നത് ഒരു പരമാർത്ഥം തന്നെയാണ്.